വെൽക്കം ബാക്ക് ടു അജയ് ബേബീസ് ക്രിയേറ്റീവ് വേൾഡ്. കർണാടകയിൽ ഇപ്പോൾ വെളുത്തുള്ളിയുടെ വിളവെടുപ്പ് കാലമാണ്. എൻ്റെ പിന്നിൽ നിങ്ങൾക്ക് കാണാം. ഇത് 2 മാസം കൊണ്ടാണ് ഇവിടെ വെളുത്തുള്ളി റെഡിയാകുന്നത്. അതായത് കർണാടകത്തിൽ മിക്ക കൃഷിപ്പാടങ്ങളിലും ഒന്നിലധികം, അത് 2 തവണയൊക്കെയാണ് പല വിളവുകൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി വിളവെടുപ്പിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. കർണാടകയിലെ തെക്കൻ ജില്ലകളിലാണ് വെളുത്തുള്ളി കൃഷി കൂടുതലായി നടക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ചാംരാജ് നഗർ, മണ്ഡ്യ, ചിത്രദുർഗ, തുംകൂരു, ഹാസൻ, മൈസൂരു എന്നിവയാണ്. ഇവിടങ്ങളിലെ ചില പ്രത്യേക ഗ്രാമങ്ങളിൽ വെളുത്തുള്ളി പ്രധാന വിളയായി കണക്കാക്കപ്പെടുന്നു. ഉദാഹരണത്തിന് ചാംരാജ് നഗർ ജില്ലയിലെ ഗുണ്ടൽപേട്ട് താലൂക്കിലെ ആലത്തൂർ ഗ്രാമം, ദാവൻഗരയിലെ ഹരിഹർ താലൂക്കിലെ എരേ ഹൊസഹള്ളി ഗ്രാമം എന്നിവ വെളുത്തുള്ളി കൃഷിക്ക് പേരുകേട്ടതാണ്. നമ്മൾ ഇപ്പോൾ കാണുന്ന വെളുത്തുള്ളിപ്പാടം വിവിധ ഇനം കൃഷികൾ ചെയ്യുന്ന നവീൻ കുമാറിൻ്റെതാണ്. ನವೀನ್ ಕುಮಾರ್ GS. ಇದು 3 ತಿಂಗಳು 3 ಮಂತ್ಸು. ಇದು 1 ವರ್ಷಕ್ಕೆ 2 ಸಲ ಬರುತ್ತೆ ಅಷ್ಟೇ. ಲಾಸ್ಟು ಮೇ, ಜೂನ್ ಟು ಜುಲೈ, ಜುಲೈ ಆಗಸ್ಟು, ನೆಕ್ಸ್ಟು ನವಂಬರ್, ಡಿಸೆಂಬರ್, ಜನವರಿ. ಸೇಮ್ ಬೆಳ್ಳುಳ್ಳಿ ವರ್ಷದಲ್ಲಿ 2 ಸಲ. ಹೌದು 1 ವರ್ಷಕ್ಕೆ 2 ಸಲ. 3 മാസം കൊണ്ടാണ് വെളുത്തുള്ളി നട്ട് വിളവെടുക്കാൻ പാകമാകുന്നത്. ഒരു വർഷത്തിൽ 2 തവണയാണ് നവീൻ കുമാർ വെളുത്തുള്ളി കൃഷി ചെയ്യുന്നത്. 2 ഏക്കർ സ്ഥലത്താണ് നവീൻ ഈ വർഷം വെളുത്തുള്ളി കൃഷി ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ വെളുത്തുള്ളി കൃഷിക്ക് അനുകൂലമായ കാലാവസ്ഥയും മണ്ണിൻ്റെ ഘടനയുമുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. വെളുത്തുള്ളി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം നല്ല നീർവാർച്ചയുള്ള മണൽ കലർന്ന മണ്ണാണ്. കർണാടകയിൽ 1 ഹെക്ടറിൽ 40 മുതൽ 100 ക്വിൻ്റൽ വരെ വിളവ് ലഭിക്കാറുണ്ട്. കാലാവസ്ഥയിലെ വ്യതിയാനങ്ങൾ, പ്രത്യേകിച്ച് അമിത മഴ, കൃഷിയെ ദോഷകരമായി ബാധിക്കാറുണ്ട്. ഇത് വിളവ് കുറയാൻ കാരണമാകും. തമിഴ്നാട്ടിലെ മാർക്കറ്റുകളിലേക്കാണ് വെളുത്തുള്ളി അധികവും പോകുന്നത്. കർണാടകയിലെ മാർക്കറ്റിലേക്കും വെളുത്തുള്ളി പോകുന്നുണ്ട്. കർണാടക ഗവൺമെൻറ് സൗജന്യ വൈദ്യുതി, കുഴൽക്കിണർ മുതലായവ നൽകി കർഷകരെ നല്ലതുപോലെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വെളുത്തുള്ളി വിളവെടുക്കുന്നതിന് ശരിയായ സമയം കണ്ടെത്തുന്നത് വളരെ പ്രധാനമാണ്. വിളവെടുപ്പ് ശരിയായ സമയത്തല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ ഗുണനിലവാരം കുറയാം. സാധാരണയായി ചെടിയുടെ താഴ്ഭാഗത്തുള്ള ഇലകൾ മഞ്ഞളിച്ചുണങ്ങാൻ തുടങ്ങുമ്പോഴാണ് വിളവെടുപ്പിന് സമയമായി എന്ന് മനസ്സിലാകുന്നത്. ഇലകൾ മഞ്ഞളിക്കുകയും ചെടി മണ്ണിലേക്ക് ചെരിയുകയും ചെയ്യുന്നതാണ് വിളവെടുപ്പിനുള്ള സൂചന. എല്ലാ ഇലകളും ഉണങ്ങുന്നത് വരെ കാത്തിരിക്കരുത്. കാരണം അപ്പോഴേക്കും വെളുത്തുള്ളി അമിതമായി പഴുത്ത് പിളർന്നു പോകാൻ സാധ്യതയുണ്ട്. വെളുത്തുള്ളി വിളവെടുക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നനയ്ക്കുന്നതും നിർത്തും. ഇത് മണ്ണ് ഉണങ്ങാനും വിളവെടുപ്പ് എളുപ്പമാക്കാനും സഹായിക്കും. ചെറിയ തൂമ്പ ഉപയോഗിച്ച് വെളുത്തുള്ളി ശ്രദ്ധാപൂർവം മണ്ണിൽ നിന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. നേരിട്ട് വലിച്ചു പറിച്ചെടുക്കുന്നത് വെളുത്തുള്ളിക്ക് കേടുപാടുകൾ വരുത്താൻ സാധ്യതയുണ്ട്. വിളവെടുത്ത ശേഷം വെളുത്തുള്ളി ഉണക്കിയെടുക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇതിനെ ക്യൂറിംഗ് എന്ന് പറയുന്നു. ശരിയായ രീതിയിൽ ഉണക്കിയെടുത്ത വെളുത്തുള്ളി തണുപ്പും വരണ്ടതുമായ സ്ഥലത്ത് മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും. വെളുത്തുള്ളി പാടത്തു നിന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ.